ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മോണ്ടിസോറി ടിടിസി, പ്രീ പ്രൈമറി ടിടിസി, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമസ്കാരം. ജില്ലാ വാർത്തകൾ. മഴക്കാല പൂർവ്വ പരിശോധനയിൽ ആരോഗ്യവകുപ്പ് ശക്തമായ നടപടികൾ തുടങ്ങി. കൊയിലാണ്ടി നഗരസഭയിൽ മാത്രം 10ഓളം ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവായി. ഹോട്ടലുകളിലെയും പൊതുസ്ഥലങ്ങളിലെയും ഭക്ഷണത്തിനോ വെള്ളത്തിനോ മണമോ നിറവ്യത്യാസമോ രുചിവ്യത്യാസമോ ഉണ്ടായാൽ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കേണ്ടത് പൊതുജനത്തിന്റെ കൂടെ കർത്തവ്യമായി കരുതണം. റിപ്പോർട്ട് പ്രധാന വാർത്തകൾക്ക് ശേഷം. ഓപ്പറേഷൻ കുബേര നടപടികൾ ഊർജിതം. വടകര മണിയൂരിൽ പണമിടപാടുകാരനെ രേഖകൾ സഹിതം അറസ്റ്റ് ചെയ്തു. ലോകകപ്പ് മത്സരങ്ങൾക്ക് ആവേശോജ്വല തുടക്കം. നഗര ഗ്രാമാന്തരങ്ങളിൽ ആവേശം അണപൊട്ടി. പ്രഥമ അഖിലേന്ത്യാ ഫെഡറേറ്റഡ് ഓപ്പൺ ചെസ് ടൂർണമെന്റിന് കോഴിക്കോട്ട് തുടക്കമായി. വാർത്തകൾ വിശദമായി. ബ്ലേഡ് മാഫിയകൾക്ക് നേരെയുള്ള പോലീസ് നടപടി ഊർജിതം. ഇരകളുടെ പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ കുബേര പുരോഗമിക്കുന്നത്. വെള്ളിയാഴ്ച മേപ്പയ്യൂർ SI മണിയൂരിൽ നിന്നും ഒരാളെ 18 ലക്ഷം രൂപയുടെ ചെക്കും പണമിടപാട് രേഖകളുമായി അറസ്റ്റ് ചെയ്തു. അനധികൃത പണമിടപാട് നടത്തുന്നവരെ വലയിലാക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് വിരിച്ച വലയിൽ ഒരാൾ കൂടി കുരുങ്ങി. മേപ്പയ്യൂർ SI EV അപ്പുണ്ണി നടത്തിയ ഓപ്പറേഷൻ കുബേരയിലാണ് മണിയൂർ പറമ്പത്തുകണ്ടി അബ്ദുള്ളയെ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 18 ലക്ഷം രൂപ എഴുതിയ ചെക്കും തുക രേഖപ്പെടുത്താത്ത ചെക്കുകളും മുദ്രപത്രങ്ങളും സ്ഥലമിടപാട് രേഖകളും കണ്ടെടുത്തു. ഇതേക്കുറിച്ച് SI EV അപ്പുണ്ണി. എനിക്ക് ഇന്നലെ രാത്രിയിൽ ലഭിച്ച ഒരു പരാതിക്കായി ഇന്ന് കാലത്ത് അതിനെപ്പറ്റി പരിശോധന നടത്തിയാൽ പരാതിക്കാരി ശരിയാണെന്ന് ബോധ്യം വന്നതിന് ശേഷം ഇയാളുടെ വീട് വനിതാ പോലീസിനെ പരിശോധന നടത്തി നിരവധി ബാങ്ക് ചെക്കുകളും മുദ്ര പേപ്പറുകളും ബ്ലാങ്കായിട്ടുള്ള മുദ്ര പേപ്പറുകളും എഗ്രിമെൻറ്റുകളും കണ്ടുപിടിക്കും. കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പുതിയ കയ്യോളി ദേവസ്വം കോടതിയിൽ അവരാക്കും തുടർ നടപടി ശക്തമായ നടപടി സ്വീകരിക്കും. മൻസൂർ ചിത്രക്കണ്ടി എന്നയാളുടെ പരാതിയിലാണ് പരിശോധന നടത്തിയത്. കുബേരയുടെ ഭാഗമായി നടന്ന അദാലത്തിൽ പോലീസ് സൂപ്രണ്ട് നൽകിയ പരാതിയിലാണ് മേപ്പയ്യൂർ SI EV അപ്പുണ്ണിയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തിയത്. പ്രതിയെ പയ്യോളി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. സർക്കാരിന്റെ കരിനിയമങ്ങൾക്കെതിരെ കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷൻ നേതൃത്വത്തിൽ മാർച്ച് നടത്തി. എരഞ്ഞിപ്പാലം സെയിൽ ടാക്സ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സർക്കാരിന്റെ കരിനിയമങ്ങൾക്കെതിരെ മാർച്ച് നടത്തി. എരഞ്ഞിപ്പാലം സെയിൽ ടാക്സ് ഓഫീസിലേക്ക് സംഘടിപ്പിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി മധു, സംസ്ഥാന സെക്രട്ടറി നാഗരത്നൻ, ബഷീർ കുണ്ടായിത്തോട്, ജിതിൻ ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. നിർമ്മാണ മേഖല മാത്രമാണ് കേരളത്തിൽ ഇന്ന് ഒരു പ്രശ്നങ്ങളില്ലാതെ പോകുന്നത്. പക്ഷെ അതിന്ന് ഭയങ്കര പ്രതിസന്ധികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം വന്ന് കസ്തൂരി രംഗൻ, മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടുകൾ നമുക്ക് മെറ്റീരിയൽസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാണ്. പരിസ്ഥിതിക്കാർ മണലെടുക്കാൻ സമ്മതിക്കുന്നില്ല, മണ്ണെടുക്കാൻ സമ്മതിക്കുന്നില്ല. ലോകകപ്പ് ഫുട്ബോളിന് സ്വാഗതമോദി ഇനി കേക്കിൻ മധുരവും. കോഴിക്കോട് CSI കോംപ്ലക്സിലെ കൊച്ചിൻ ബേക്കറിയിലാണ് 56 കിലോ വരുന്ന 9 മൈതാനങ്ങളുടെ നിലയൊരുക്കി തീർത്ത ഈ കേക്ക്. പതാകകളും ക്യാപ്റ്റന്മാരുടെ പടങ്ങളുമാണ് കേക്കിൽ അനാവരണം ചെയ്തിരിക്കുന്നത്.
ഫുട്ബോൾ മാമാങ്കത്തിനെ വരവേൽക്കാൻ ഫ്ലെക്സുകളും തോരണങ്ങളും ഒരുങ്ങിയതോടൊപ്പം അല്പം വ്യത്യസ്തതയാർന്ന മധുരം കൂടി വിളമ്പുകയാണ് കോഴിക്കോട്ടെ ബേക്കറിയിലെ ഫുട്ബോൾ പ്രേമികൾ. സാവോപോളയിൽ 8 ഗ്രൂപ്പുകളിലായി 32 രാജ്യങ്ങളിലെ പോരാളികൾ പോരടിക്കുമ്പോൾ CSI ബിൽഡിംഗിലെ കൊച്ചിൻ ബേക്കറിയിലെ ഫുട്ബോൾ ആരാധകർ നിർമ്മിച്ച കേക്കിലാണ് ഫുട്ബോൾ പോരാട്ടം കിക്ക് ഓഫ് ചെയ്തത്. ബ്രസീലും ക്രൊയേഷ്യയും അടങ്ങുന്ന ഗ്രൂപ്പ് എ മുതൽ ബെൽജിയവും റഷ്യയും ഉൾപ്പെടുന്ന ഗ്രൂപ്പ് എച്ച് വരെയുള്ള ടീമുകളാണ് കേക്കിൽ മധുരിച്ചു നിൽക്കുന്നത്. മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, ബ്രയാൻ റൂയിസ്, ഹ്യൂഗോ ഇബ്രിസ് തുടങ്ങി പങ്കെടുത്ത 32 രാജ്യങ്ങളുടെ ക്യാപ്റ്റന്മാരും കേക്കിൽ അണിനിരന്നിട്ടുണ്ട്. കൊയിലാണ്ടി നഗരസഭ ഹെൽത്ത് വിഭാഗം നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തി. ഉപയോഗശൂന്യവും പഴകിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ റെയ്ഡിൽ കണ്ടെടുത്തു. ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ദിവാകരന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. കൊയിലാണ്ടി നഗരസഭ ഹെൽത്ത് വിഭാഗമാണ് നഗരത്തിലെ പ്രധാന ഹോട്ടലുകളിൽ റെയ്ഡ് നടത്തിയത്. റെയ്ഡിൽ ഉപയോഗശൂന്യവും വൃത്തിഹീനവുമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്യുന്നതായി കണ്ടെത്തുകയും വിതരണം ചെയ്യുന്നതിനായി തയ്യാറാക്കി വെച്ച പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങളും പിടിച്ചെടുത്ത് നശിപ്പിക്കുകയും ചെയ്തു. 10ഓളം ഹോട്ടലുകളിൽ പരിശോധന നടത്തി. പഴയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. തുടർന്ന് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസും നൽകി. ഹെൽത്ത് സ്ക്വാഡിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ ദിവാകരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. 1-2 ഹോട്ടലുകൾ അടച്ചുപൂട്ടാനുള്ള നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്ത സ്ഥാപനങ്ങളുടെ പേരിൽ കർശനമായ ശിക്ഷണ നടപടികൾ ഇനിയും ആവർത്തിക്കുകയാണെങ്കിൽ കർശനമായ ശിക്ഷണ നടപടികൾ സ്വീകരിക്കുന്നതാണ്. പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ഇങ്ങനെയുള്ള മഞ്ഞപ്പിത്തം, കോളറ, ടൈഫോയിഡ് പോലുള്ള അസുഖങ്ങൾ വന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ ഹോട്ടൽ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് എലിപ്പനി പോലെയുള്ള അസുഖങ്ങൾ ഹോട്ടൽ ഭക്ഷണത്തിൽ കൂടി പകരാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള രോഗപ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. മഴക്കാല രോഗങ്ങൾ തടയാൻ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലയിൽ ശക്തമായ പരിശോധനകളാണ് നടക്കുന്നത്. ഹോട്ടലുകൾ കൂടാതെ വീടുകളിലും പൊതുയിടങ്ങളിലും കേന്ദ്രീകരിച്ച് ഹെൽത്ത് വിഭാഗം പരിശോധനകൾ നടത്തിവരികയാണ്. കൂടാതെ ബോധവൽക്കരണ പരിപാടികൾക്കും ആരോഗ്യവകുപ്പ് തുടക്കം കുറിച്ചിട്ടുണ്ട്. അതത് നഗരസഭാ പരിധിയിലെ ഹെൽത്ത് വിഭാഗമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകുന്നത്. ആനന്ദ് ചെസ് കൾച്ചറൽ ഫോറം സംഘടിപ്പിക്കുന്ന പ്രഥമ അഖിലേന്ത്യാ ഫെഡറേറ്റഡ് ഓപ്പൺ ചെസ് ടൂർണമെന്റിന് തുടക്കമായി. 3 ദിവസങ്ങളിലായി കോഴിക്കോട്ട് നടക്കുന്ന ടൂർണമെന്റിൽ 9 റൗണ്ട് മത്സരങ്ങളാണ് നടക്കുക. അഖിലേന്ത്യാ ചെസ് ഫെഡറേഷൻ, ചെസ് അസോസിയേഷൻ ഓഫ് കേരള എന്നിവരുടെ സഹകരണത്തോടെയാണ് ആനന്ദ് ചെസ് കൾച്ചറൽ ഫോറം മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. കോഴിക്കോട് കണ്ടകണം ജൂബിലി ഹാളിൽ ജൂൺ 13, 14, 15 ദിവസങ്ങളിലായി നടക്കുന്ന ടൂർണമെന്റിൽ 9 റൗണ്ട് മത്സരങ്ങളാണ് ഉണ്ടാവുക. പ്രായപരിധി നിശ്ചയിച്ചിട്ടില്ലാത്ത മത്സരത്തിൽ 1ാം സമ്മാനമായി നൽകുന്നത് 20,000 രൂപയും ട്രോഫിയുമാണ്. 2ാം സമ്മാനം 15,000 രൂപയും ട്രോഫിയുമാണ്. 10,000 രൂപയും ട്രോഫിയുമാണ് 3ാം സമ്മാനമായി നൽകുന്നത്. മൊത്തം 1,50,000 രൂപയാണ് സമ്മാനത്തുക. മത്സരങ്ങൾ ചെസ് അക്കാദമി സംസ്ഥാന സെക്രട്ടറി NA റഷീദ് ഉദ്ഘാടനം ചെയ്തു. എല്ലാ കാര്യങ്ങളിലും ഒത്തൊരുമിച്ച് മുന്നിട്ടിറങ്ങി വിജയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കോഴിക്കോട്ടുകാർ ശരിക്കും ചെസ് ഇന്ന് കേരളത്തിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ ഒരുപാട് ആൾക്കാരെ പുറത്തിറക്കി. കേരള ചെസ് അസോസിയേഷൻ പ്രസിഡന്റ് കുഞ്ഞിമൊയ്തീൻ അധ്യക്ഷനായിരുന്നു. കെ ഷാജി, നിർമ്മൽ ദാസ്, ദിനേഷ് ശങ്കർ, ഷംസുദ്ദീൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർത്തകളിൽ ഇടവേള. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. നമ്മുടെ സന്തോഷത്തെക്കാൾ വലുതായി അവർക്ക് മറ്റെന്തുണ്ട്? നമുക്കേകും സന്തോഷം അവർക്കതാണ് ആഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. തോളുമ്പും ഈ സന്തോഷം തിളങ്ങുന്നൊരാഘോഷം. നിമിഷങ്ങളെല്ലാം ഉത്സവം. വാഴ്വെന്നും അഴകാം ഉത്സവം.
daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. രോഗശാന്തി നേടിയിട്ടും വീട്ടിലേക്ക് പോകാൻ സാധിക്കാതെ അനാഥനായി ആശുപത്രി വരാന്തയിൽ കഴിയുകയാണ് ഒരു 47-കാരൻ. കക്കോടി മേടിക്കുന്നുമലയിൽ ബാബു എന്ന ബാലനാണ് ബന്ധുക്കളുടെ വരവ് കാത്ത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നാളുകൾ എണ്ണി കിടക്കുന്നത്. 43 ദിവസങ്ങൾക്ക് മുമ്പാണ് കക്കോടി സ്വദേശിയായ മേടക്കുന്നുമൽ ബാബു എന്ന ബാലനെ അസുഖത്തെ തുടർന്ന് ഒരു കൂട്ടം പേർ മെഡിക്കൽ കോളേജിലെ ചെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രവേശിപ്പിച്ചത്. എന്നാൽ അഡ്മിറ്റ് ചെയ്തതിനു ശേഷം കൊണ്ടുവന്നവരെ കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു. ടിബിയും മാനസിക പ്രശ്നമുണ്ടെന്നും ബാബുവിന് കണ്ടെത്തിയതോടെ നീണ്ട ചികിത്സ തന്നെ വേണ്ടിവന്നു. അസുഖം ഭേദമായതിനെ തുടർന്ന് ബാബുവിനെ ഡിസ്ചാർജ് ചെയ്യാൻ ഡോക്ടർ അനുമതിയും നൽകി. തുടർന്ന് ബാബുവിന്റെ ബന്ധുക്കളെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ സഹോദരിമാരായ ബന്ധുക്കളും അവരുടെ മക്കളും താൽപര്യം കാണിക്കാത്തതിനാൽ ഇപ്പോൾ ബാബുവിന്റെ ജീവിതം അനാഥമായിരിക്കുകയാണ്. അഡ്മിറ്റ് ചെയ്ത ആദ്യ ദിവസങ്ങളിൽ ബാബു അക്രമ സ്വഭാവം കാണിച്ചിരുന്നു. തുടർന്ന് കട്ടിലിൽ കിടന്നിരുന്ന ബാബുവിനെ നിലത്ത് കിടത്തിയാണ് ചികിത്സകൾ നടത്തിയത്. മാനസിക പ്രശ്നം ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കുതിരവട്ടം മാനസിക ചികിത്സാ കേന്ദ്രത്തിലേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിലും നിയമപരമായ പ്രശ്നങ്ങളും വീട്ടുകാരുടെ സഹകരണമില്ലായ്മയും കാരണം അവിടുത്തെ അധികാരികൾ ബാബുവിനെ അഡ്മിറ്റ് ചെയ്യാൻ സാധിക്കില്ലെന്ന് അറിയിച്ചതായി ബാബുവിനെ ചികിത്സിക്കുന്ന ഡോക്ടർ സൂരജ് പറഞ്ഞു. ഇപ്പോൾ ആശുപത്രി ജീവനക്കാരുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ് ബാബു ഓരോ ദിവസവും കഴിഞ്ഞുകൂടുന്നത്. പ്രാഥമിക കാര്യങ്ങൾ ഉൾപ്പെടെ ഭക്ഷണം വാങ്ങി നൽകുന്നതും ഇവർ തന്നെയാണ്. ചെറുപ്പം മുതലേ ചെറിയ തോതിൽ മാനസിക പ്രശ്നം ബാബുവിന് ഉണ്ടായിരുന്നു. അതിനാൽ അധികവും വീട്ടിനുള്ളിൽ തന്നെയാണ് ബാബു ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. ഇന്ന് ആശുപത്രിയിലെ ചുവരുകൾക്കുള്ളിൽ ഉറ്റവരുടെ സ്നേഹം കൊതിക്കുന്ന ബാബു തന്റെ അരികിലെത്തുന്നവരോട് ആദ്യം ചോദിക്കുക ഞാനും നിങ്ങളുടെ കൂടെ പോരട്ടെ എന്നാണ്. ആരെങ്കിലും എന്നെങ്കിലും തന്നെ കൊണ്ടുപോകുമെന്ന പ്രതീക്ഷയിലാണ് ബാബു ആശുപത്രി വരാന്തയിൽ കിടക്കുന്നത്. കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാരുടെ കൂട്ടായ്മയിൽ നിർമ്മിച്ച മാസ്റ്റർ പീസ് ടെലിഫിലിം പുറത്തിറങ്ങി. ദൃശ്യ ചലച്ചിത്രവേദിയുടെ ബാനറിൽ PR ജിവേഷാണ് ഹ്രസ്വ സിനിമയുടെ സംവിധാനം നിർവഹിച്ചത്. സംവിധായകൻ VM വിനു പ്രകാശന കർമ്മം നിർവഹിച്ചു. ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ഫയലുകൾ പറഞ്ഞ കഥകൾ അവർ സീനുകളായി മനസ്സിൽ സൂക്ഷിച്ചു. മനസ്സിലെ സീനുകൾ സ്വപ്നങ്ങളിൽ ചെറു സിനിമകളായി മാറി. നിർമ്മാണത്തിനും അഭിനയത്തിനും ജീവനക്കാർ ഒരുമിച്ചതോടെ ആ സ്വപ്നങ്ങൾ മാസ്റ്റർ പീസ് എന്ന ഹ്രസ്വചിത്രമായി പുറത്തിറങ്ങി. സിവിൽ സ്റ്റേഷനിലെ ദൃശ്യ ചലച്ചിത്രവേദിയാണ് സർക്കാർ ജീവനക്കാരുടെ സർഗാത്മകത പുറംലോകത്തെ അറിയിക്കാനുള്ള വേദിയായത്. വടകര കോടതിയിലെ ജീവനക്കാരനായ PR ജിവേഷാണ് ഹ്രസ്വചിത്രമെന്ന ആശയത്തിന്റെ അവതാരകൻ. സംവിധാനവും ക്യാമറ കൈകാര്യം ചെയ്തതും ജിവേഷ് തന്നെ. ഒരു ദിവസം കൊണ്ട് വടകരയിലും പരിസരങ്ങളിലുമായാണ് മാസ്റ്റർ പീസിന്റെ ചിത്രീകരണം പൂർത്തിയായത്. മാധവ് പിക്കാസോ എന്ന അഹങ്കാരിയായ ചിത്രകാരന്റെ കഥയാണ് ഹ്രസ്വചിത്രം പറയുന്നത്. തന്റെ ചിത്രങ്ങളിലെ മാസ്റ്റർ പീസ് എന്ന് അയാൾ വിശേഷിപ്പിക്കുന്ന ചിത്രത്തിന്റെ പ്രകാശന ചടങ്ങ് അതിഗംഭീരമാക്കി സംഘടിപ്പിക്കുന്നു. ചടങ്ങിൽ ഒരു തെരുവ് ബാലൻ ചിത്രത്തിന്റെ ന്യൂനതകൾ വിളിച്ചു പറയുന്നത് ചിത്രകാരന്റെ അഹന്തയ്ക്കേറ്റ അടിയായി മാറുകയാണ് ഇതിവൃത്തം. റവന്യൂ വകുപ്പ് ജീവനക്കാരനായ VP ശ്രീനിവാസൻ, മോഹനൻ കൊമ്മണത്ത്, കുഞ്ഞിരാമൻ തുടങ്ങിയവരാണ് കഥാപാത്രങ്ങളായി മാറുന്നത്. ചിത്രത്തിന്റെ ആദ്യ പ്രദർശനവും DVD പ്രകാശനവും കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. സംവിധായകൻ VM വിനു ഉദ്ഘാടനം ചെയ്തു. ചിത്രത്തെക്കുറിച്ച് ആലോചിക്കുക എന്നൊക്കെ പറയുന്നത് മഹത്തായ കാര്യം തന്നെയാണ്. നമുക്കറിയാം രാവിലെ ജോലിക്ക് വന്നു കഴിഞ്ഞ് വൈകുന്നേരം വരെ പല രസികന്മാരെയും നമുക്ക് മീറ്റ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ പലതും എല്ലാ കുറ്റങ്ങളും നമ്മൾ ചേർത്ത് പലപ്പോഴും നമ്മൾ ഏറ്റുവരാൻ പല പല മോഹങ്ങളും കണ്ട് അസ്വസ്ഥരായി പല കാര്യങ്ങളും ജീവിതത്തിലെ സംഘർഷാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ഈ ഒരു സമയങ്ങളിൽ വളരെ ദൃശ്യമാണെങ്കിൽ ഷോർട്ട് ഫിലിം എന്ന് പറയുമ്പോൾ അത് മനോഹരമായി അംഗീകരിക്കാൻ ഇതിന്റെ സാങ്കേതിക സംവിധായകനായാലും അഭിനേതാക്കൾക്കായാലും സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് ആ ചിത്രം കണ്ടപ്പോൾ തോന്നിയത്. ഇതിൽ പരാമർശിച്ചിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കലാകാരനായാലും സാധാരണ മനുഷ്യൻ ഉദ്യോഗസ്ഥ തലങ്ങളിലുള്ള ആൾക്കാരായാലും സ്വന്തം അഹന്ത അല്ലെങ്കിൽ അഹങ്കാരം എന്നുള്ളതിന്റെ അതിന്റെ ഒരു ഇതാണ് ഏറ്റവും കൂടുതൽ ഇതിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്, സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിരിക്കുന്നത്. ഇപ്പോ സൃഷ്ടിപരമായിട്ട് നമ്മളുടെ ഏത് കാര്യങ്ങളിലും നമ്മൾ വിമർശനങ്ങൾ ഏറ്റുവാങ്ങുക എന്നുള്ളത് സ്വതസിദ്ധമായ ഒരു സംഭവം തന്നെയാണ്. കാരണം അത് നമ്മളൊരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടം അതിന്റെ നല്ല. റവന്യൂ റിക്രിയേഷൻ ക്ലബ് സെക്രട്ടറി MM സുരേഷ് അധ്യക്ഷനായിരുന്നു. M ശശിധരൻ, CK സതീശൻ, BP ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ലോകകപ്പിന്റെ പന്തുരുണ്ടത് ബ്രസീലിലെങ്കിൽ ആവേശം അലയടിച്ചത് കോഴിക്കോടൻ തെരുവോരങ്ങളിലാണ്. ബാൻഡ് സംഘങ്ങളുമായുള്ള ഘോഷയാത്രയും ഫ്ലക്സുകളും ബാനറുകളും കൊടിതോരണങ്ങളും
കളി ഒരുമിച്ച് കാണാനുള്ള കൂറ്റൻ സ്ക്രീനുകളുമെല്ലാം കളി ആവേശത്തെ കാണിക്കുന്നതായിരുന്നു. വേൾഡ് കപ്പ് ഫുട്ബോൾ മത്സരങ്ങൾ ബ്രസീലിൽ നടക്കുമ്പോൾ അതിന്റെ ആഹ്ലാദാരവങ്ങൾ കേരളക്കരയിലും ഒപ്പോൾ കോഴിക്കോടുമുണ്ടായിരുന്നു. കോട്ടൂളി മാലാടത്ത് താഴം ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ മത്സരങ്ങൾ തത്സമയം നാട്ടുകാർക്ക് കാണുന്നതിനായി ബിഗ് സ്ക്രീൻ സംവിധാനം ഒരുക്കി. വേൾഡ് കപ്പിന്റെ ഭാഗമായി ഒരു മാസക്കാലം വിപുലമായ പരിപാടികളാണ് ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. ലോകകപ്പിനെ സ്വാഗതം ചെയ്തുകൊണ്ട് പ്രചരണ ഘോഷയാത്രയും ബിഗ് സ്ക്രീൻ ഉദ്ഘാടനവും നടന്നു. മുൻ ഇന്ത്യൻ ഗോൾ കീപ്പർ സേതു മാധവൻ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടൂളി മാലാടത്ത് താഴത്ത് വെച്ച് നടക്കുന്ന പരിപാടിയിൽ നിരവധി പേർ സംബന്ധിച്ചു. ശിങ്കാരിമേളം, ഘോഷയാത്ര എന്നിവയുമുണ്ടായിരുന്നു. നൈനാംവളപ്പിൽ ആഴ്ചകളായി പതഞ്ഞുകൊണ്ടിരുന്ന ആവേശം കഴിഞ്ഞ രാത്രിയോടെ നിറപൊന്തി. പ്രദേശത്തെ ഫുട്ബോൾ പ്രേമികൾ ലോകകപ്പിനെ വരവേൽക്കാനുള്ള തിരക്കിലായിരുന്നു. ലോകകപ്പ് മാർക്കറ്റ് ഒരുക്കൽ, തോരണം തൂക്കൽ, കപ്പ് മാതൃകയുടെ മിനുക്കുപണി, ബ്രസൂക്ക വയ്ക്കാനുള്ള സ്ഥാനനിർണയം എന്നിവയുടെ തിരക്കിലായിരുന്നു. രാത്രി കനത്ത മഴ പെയ്തെങ്കിലും ഫുട്ബോൾ പനിക്ക് ഒട്ടും ചൂട് കുറഞ്ഞില്ല. പ്രദേശത്തെ കാൽപന്ത് കളി കമ്പക്കാർ നൈനാംവളപ്പ് GLP സ്കൂളിലെത്തി. അവിടെ സ്ഥാപിച്ച വലിയ സ്ക്രീനിൽ സവപോള തെളിയുന്നതും കണ്ണുനട്ടിരിപ്പായി. നൈനാംവളപ്പ് ഫുട്ബോൾ ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളും പ്രവർത്തകരും കളി കാണാനെത്തുന്നവർക്ക് സൗകര്യമൊരുക്കാൻ മഴയെ വകവയ്ക്കാതെ ദിവസങ്ങളായി പ്രയത്നിക്കുകയായിരുന്നു. സത്യൻ സോക്കർ സ്കൂളിലെ താരങ്ങളുടെ ബൂട്ടിൽ നിന്ന് കളി ആരാധകരുടെ ഹൃദയത്തിലേക്ക് ഒരു ഫ്രീ കിക്കുമായി ജുബാലാനിയും ബ്രസൂക്കയും ലോകകപ്പ് കിക്ക് ഓഫ് മത്സരത്തിന്റെ പ്രതീതി ഉണർത്തിയ അന്തരീക്ഷത്തിൽ സാംബോ വേവ്സിന് കോർപ്പറേഷൻ ജൂബിലി ഹാളിൽ തുടക്കമായി. കോഴിക്കോട് കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിലാണ് ഫുട്ബോൾ പ്രദർശനം സംഘടിപ്പിച്ചിരിക്കുന്നത്. കണ്ടംകുളം ജൂബിലി ഹാളിലെ ബിഗ് സ്ക്രീനിലാണ് പ്രദർശനം നടന്നത്. പടുകൂറ്റം സ്ക്രീനിൽ തത്സമയം കാണാനെത്തിയത് നൂറുകണക്കിന് ഫുട്ബോൾ ആരാധകരാണ്. മുൻ ഇന്ത്യൻ താരം പ്രേംനാഥ് ഫിലിപ്പ് സാംബോ വേവ്സ് ഉദ്ഘാടനം ചെയ്തു. ദക്ഷിണാഫ്രിക്കയിൽ നടന്ന ഫുട്ബോൾ ലോകകപ്പ് മത്സരത്തിൽ ഉപയോഗിച്ച ജബുലാനി പന്ത് ഫുട്ബോൾ ലേഖകൻ ഭാസി മലപ്പറമ്പ് അവതരിപ്പിച്ചു. 8 അടി ഉയരവും 10 അടി വീതിയുമുള്ള സ്ക്രീനിൽ ഫുട്ബോൾ മാമാങ്കത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം വെറ്ററൻ ഫുട്ബോൾ താരം കെ അഷ്റഫ് നിർവഹിച്ചു. മേയർ AK പ്രേമജം, മലയാള മനോരമ ചീഫ് ന്യൂസ് എഡിറ്റർ PJ ജോഷ, ജില്ലാ സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി എന്നിവരും സംബന്ധിച്ചു. SC/ST ലോൺ ഹോൾഡേഴ്സ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ യോഗം നടന്നു. നളന്ദയിൽ സംഘടിപ്പിച്ച യോഗം രാമദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. SC/ST ലോൺ ഹോൾഡേഴ്സ് വെൽഫെയർ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നളന്ദ ഓഡിറ്റോറിയത്തിൽ യോഗം സംഘടിപ്പിച്ചു. സംഘടനാ ജനറൽ സെക്രട്ടറി ദാസ് കോഴഞ്ചേരിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗം രാമദാസ് വേങ്ങേരി ഉദ്ഘാടനം ചെയ്തു. പട്ടികജാതിക്കാരുടെ ബഹുമാനപ്പെട്ട മന്ത്രി അനിൽകുമാറിന്റെ ഓഫീസിൽ നിന്ന് വന്ന സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ അത് കേരളത്തിലെ 1-2 പത്രങ്ങളിലും 1-2 ചാനലുകളിലും വന്നു കഴിഞ്ഞു. പട്ടികജാതി വർഗക്കാരുടെ 2010 മാർച്ച് 31 അടവ് തീരുന്ന 1 ലക്ഷം വരെയുള്ള ലോണുകൾ സഹകരണ ബാങ്കിൽ നിന്നും ഉള്ള ലോണുകൾ എഴുതി തള്ളാനുള്ള ഒരു തീരുമാനം ആയിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ ബാങ്കുകാരുടെ വിചാരവും ധാരണയും എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഉത്തരവ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികജാതിക്കാരൻ ലോണുകൾ എടുത്തത് തിരിച്ചടയ്ക്കില്ല. അതുകൊണ്ട് ഏത് കർക്കിടക മാസമായാലും ശരി, ഇടവ മാസമായാലും ശരി, എല്ലാവർക്കും തന്നെ ജപ്തി നോട്ടീസുകൾ അയക്കാനും വണ്ടികളെടുത്ത് അവരുടെ വീടുകളിൽ പോയി ഇവരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. VM ചന്ദ്രിക അജേഷ്, പുഷ്പ നടുവണ്ണൂർ, പ്രകാശൻ കിഴക്കുമുറി, ശാരദ ശ്രീധരൻ എന്നിവർ സംബന്ധിച്ചു. പട്ടികജാതി പട്ടികവർഗ കടാശ്വാസ കമ്മീഷനെ നിയമിക്കുക, പട്ടികജാതി പട്ടികവർഗക്കാരുടെ വായ്പകൾ ഉപാധികൾ കൂടാതെ എഴുതിത്തള്ളുക, ജപ്തി നടപടികൾ നിർത്തിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജൂലൈ 3, 4, 5 തീയതികളിൽ നടക്കുന്ന ജില്ലാതല സമരപ്രഖ്യാപന വാഹന ജാഥ വൻ വിജയമാക്കാൻ സംഘാടകർ പ്രവർത്തിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കള്ളക്കടത്ത് വ്യാപകമാകുന്നു. നെടുമ്പാശ്ശേരിയിലെ അത്യാധുനിക രീതിയിലുള്ള പരിശോധനയാണ് സ്വർണ്ണക്കടത്തുകാർ കരിപ്പൂരിനെ ആശ്രയിക്കുന്നത്. അധികൃതരുടെ കണ്ണുവെട്ടിച്ച് സ്വർണം എയർപോർട്ടിൽ നിന്നും പുറത്തെത്തിക്കാൻ അതിനൂതനമായ സംവിധാനങ്ങളാണ് കള്ളക്കടത്തിന് ശ്രമിക്കുന്നവർ അവലംബിക്കുന്നത്. തിങ്കളാഴ്ച കരിപ്പൂരിൽ ദോഹയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്നും 2.5 കിലോ സ്വർണമാണ് പിടികൂടിയത്. ചൊവ്വാഴ്ച 56 ലക്ഷം രൂപ വില വരുന്ന സ്വർണം പിടികൂടി. ബുധനാഴ്ച ഷാർജയിൽ നിന്നെത്തിയ യാത്രക്കാരനിൽ നിന്ന് 2.5 കിലോ സ്വർണവും പിടികൂടി. നെടുമ്പാശ്ശേരി അടക്കമുള്ള എയർപോർട്ടുകളിൽ അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് പരിശോധന നടത്തുന്നത് ഭയന്നാണ് സ്വർണ്ണക്കള്ളക്കടത്തുകാർ കരിപ്പൂർ ഇഷ്ടതാവളമാക്കി മാറ്റിയിരിക്കുന്നത്. നിരന്തരം സ്വർണവേട്ട ഉണ്ടാകുന്നതോടെ കസ്റ്റംസ് വിഭാഗം പരിശോധനകൾ കർശനമാക്കിയിരിക്കുകയാണ്. ഒരിടവേളയ്ക്ക് ശേഷമാണ് കരിപ്പൂരിൽ സ്വർണവേട്ട വീണ്ടും ആരംഭിക്കുന്നത്. അത്യാധുനിക രീതികൾ ഉപയോഗിച്ചാണ് യാത്രക്കാർ ഇപ്പോൾ സ്വർണം കടത്തിക്കൊണ്ടിരിക്കുന്നത്. നബിയുടേതെന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന കേസം സംബന്ധിച്ച് SKSSF തുറന്ന സംവാദം സംഘടിപ്പിച്ചു. തിരുശേഷിപ്പുകളുടെ ആധികാരികത, സ്ഥിരീകരണവും പുണ്യവും എന്ന വിഷയത്തിൽ നടന്ന സംവാദത്തിൽ പ്രമുഖ പണ്ഡിതന്മാർ വിഷയം അവതരിപ്പിച്ച് സംസാരിച്ചു. SKSS സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് തിരുശേഷിപ്പുകളുടെ ആധികാരികത, സ്ഥിരീകരണവും പുണ്യവും എന്ന വിഷയത്തിൽ തുറന്ന സംവാദം സംഘടിപ്പിച്ചത്.
കോഴിക്കോട് ടാഗോർ സെന്റിനറി ഹാളിൽ നടന്ന സംവാദത്തിൽ പ്രാമാണിക വിശകലനവും സംശയ നിവാരണവും ഒരുക്കിയിരുന്നു. മിസ്സത്ത് കമാറത്തുകൾ മുറിഞ്ഞു പോകുമോ എന്ന വിഷയത്തിൽ PK മൂസക്കുട്ടി ഹ്രസത്ത്, തിരിശേഷിപ്പുകളുടെ പ്രത്യേകതകൾ എന്ന വിഷയത്തിൽ അബ്ദുസലാം ബാഖഫി ദുബായ്, ആത്മീയ ചൂഷണം പ്രതിരോധത്തിന്റെ നാൾവഴികൾ എന്ന വിഷയത്തിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്, തിരിശേഷിപ്പുകൾ സ്ഥിരീകരണത്തിന്റെ മാനദണ്ഡം എന്ന വിഷയത്തിൽ K അബ്ദുൽ ബാരി ബാഖഫി വാവാട്, കേശവിവാദം സംവാദങ്ങളുടെ ബാക്കിപത്രം എന്ന വിഷയത്തിൽ മുസ്തഫ അഷ്റഫി കക്കുപടി, നബി നിന്ദ അന്താരാഷ്ട്ര ഗൂഢാലോചന എന്ന വിഷയത്തിൽ ഡോക്ടർ സലീം നദ്വി വെളിയമ്പ്ര എന്നിവർ സംസാരിച്ചു. അപ്പൊ ബർക്കത്തെടുക്കുക എന്നുള്ള കാര്യം ചർച്ച ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നബിയുടേതാണെന്ന് പറയാൻ പറ്റുമോ പറ്റില്ലേ, ഇതാണ് ഇവിടുത്തെ ചർച്ച. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ശറഹ് മുസ്ലിമിൽ പറയുന്നു, ഇമാമിന്റെ ഇബാറത്താണ് പറയുന്നത്, റസൂലുള്ളാഹിന്റെ ഹദീസ് അല്ല. ഇത് സുന്നത്ത് ജമാഅത്തിന്റെ സദസ്സാണ്, ഇമാമിങ്ങളെ കിതാബ് വെച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുക. അതാണ് അഹ്ലുസുന്ന അംഗീകരിക്കുന്ന ഗ്രന്ഥങ്ങൾ എന്നു ഞങ്ങൾ ഒളവട്ടൂരിൽ വെച്ചുകൊണ്ട് പൊളിക്കൽ വെച്ചുകൊണ്ട് പറയാൻ കാരണം. ഇമാം നവവി തങ്ങൾ തന്റെ ശറഹ് മുസ്ലിമിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് ഒരു കാര്യത്തെ ചേർത്തി പറയുമ്പോൾ അത് ഒരിക്കലും തന്നെ കളവാവാൻ പാടില്ല. ഇവിടെ കളവാവാൻ പാടില്ല എന്ന് പറയുന്നത് ഒന്നുകിൽ അത് കളവ് പറയുന്നവരിൽ നിന്ന് ഉദ്ധരിച്ചതാവാൻ പാടില്ല, അല്ലെങ്കിൽ സ്വയം കളവായി അവതരിപ്പിച്ചതാവാനും പാടില്ല. ഇത് രണ്ടും കളവിന്റെ പരിധിയിൽ ഇമാം നവവി തങ്ങൾ തന്റെ ശർഹ് മുസ്ലിമിൽ രേഖപ്പെടുത്തുന്നുണ്ട്. നാസർ ഫൈസി കൂടത്തായി, ഓണംപള്ളി മുഹമ്മദ് ഫൈസി, MT അബൂബക്കർ ധാരിമി, ഷെരീഫ് ഫൈസി വെള്ളാടക്കോട്, മുജീബ് ഫൈസി പൂലൂർ എന്നിവർ സംസാരിച്ചു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC +2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283. വാർത്തകൾ തുടരുന്നു. റെയിൽവേ 1ാം മേൽപ്പാലം ഉയർത്തലിന്റെ ഭാഗമായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. ഉയർത്തുന്നതിന്റെ ഭാഗമായി മണ്ണ് നീക്കുകയും ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനായി കമ്പികൾ ഉറപ്പിക്കുന്ന പ്രവൃത്തിയും ആരംഭിച്ചു. ഒരാഴ്ചയ്ക്കകം നിർമ്മാണ പ്രവൃത്തി പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ഷൊർണൂർ കണ്ണൂർ റെയിൽപാത വൈദ്യുതീകരണത്തിന്റെ ഭാഗമായി 1ാം മേൽപ്പാലം ഉയർത്തുന്നതിന്റെ ഭാഗമായുള്ള അപ്രോച്ച് റോഡ് നിർമ്മാണം പുരോഗമിക്കുന്നു. ഉയർത്തുന്നതിന്റെ ഭാഗമായി മണ്ണ് നീക്കിയ ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കി. ഇതിനു മുകളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനായി കമ്പി ഉറപ്പിക്കുന്ന പ്രവൃത്തിയും തുടങ്ങി. ഒരാഴ്ചക്കകം കോൺക്രീറ്റ് നടത്തി റോഡ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷ. ഹൈഡ്രോളിക് ജാക്കികൾ ഉപയോഗിച്ചാണ് അരനൂറ്റാണ്ടോളം പഴക്കമുള്ള പാലം ഉയരം കൂട്ടിയത്. ഇരുഭാഗത്തെയും അപ്രോച്ച് റോഡ് പാലത്തിന്റെ ഉയരത്തിന് സമാനമായി ഉയർത്തുന്നതോടെ ഒരു മാസത്തോളമായുള്ള ഗതാഗത കുരുക്കിനാണ് ആശ്വാസമാവുക. മേൽപ്പാലത്തിന്റെ ജോലികളെല്ലാം 17-നകം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. റോഡുകളിൽ പാലം ഉയർത്തുന്ന സമയത്ത് വേർപെടുത്തിയ ഭാഗങ്ങളിലും അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട്. റോഡുകൾക്ക് ഇരുവശത്തുമായി കോൺക്രീറ്റ് ബെൽറ്റുകളും സ്ഥാപിക്കും. കഴിഞ്ഞ മാസം 29-നാണ് റെയിൽവേ 1ാം മേൽപ്പാലം ഉയർത്താൻ തുടങ്ങിയത്. ഈ മാസം 2-നോടെ മേൽപ്പാലം ഉയർത്തൽ പൂർത്തിയായി. റെയിൽവേ വൈദ്യുതീകരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ 78 സെന്റിമീറ്ററാണ് മേൽപ്പാലം ഉയർത്തിയത്. കോഴിക്കോട് നഗരത്തിനും ഗ്രാമങ്ങൾക്കും ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു. ലോകകപ്പിന്റെ സർവ്വ ആവേശവും നെഞ്ചിലേറ്റി രാവിനെ പകലാക്കുകയായിരുന്നു കാൽപന്ത് കളിയെ പ്രണയിക്കുന്ന ഇവിടത്തുകാർ. ചെറു പ്രകടനങ്ങളോടെയും ഒറ്റയ്ക്കും ലോകകപ്പ് കാണാനൊരുക്കിയ താൽക്കാലിക ഗ്യാലറികളിലും വെറും പന്തലുകളിലും ആരാധകർ ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു ആദ്യ ദിനം സാക്ഷ്യം വഹിച്ചത്. ഇനി ഒരു മാസക്കാലം കളിയുടെ പൂരമായിരിക്കും എല്ലായിടത്തും. കാഴ്ചയുടെ വസന്തമൊരുക്കാനെത്തിയ ലോകകപ്പ് ഫുട്ബോളിനെ ആവേശമാക്കാൻ കോഴിക്കോടൻ മണ്ണ് ഒരുക്കം തുടങ്ങിയിട്ട് ആഴ്ചകളായി. 4 ആൾ കൂടുന്നിടത്ത് ചർച്ച ഫുട്ബോളിനെ കുറിച്ചായിരുന്നു. ഇഷ്ടരാജ്യങ്ങൾക്കായി വഴിനീളെ കൊടികൾ പറത്തി. ആവേശമറിയിക്കാൻ മത്സരബുദ്ധിയോടെ ഫ്ലക്സ് ബോർഡുകൾ ഉയർത്തി. ബൈക്കുകളും കാറുകളും ഇഷ്ടരാജ്യങ്ങളുടെ കൊടിയുടെ നിറം കൊണ്ട് അലങ്കരിച്ചു. കോഴിക്കോട്ടുകാരുടെ ലോകകപ്പ് ആവേശം അതിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുകയാണിപ്പോൾ. ലോകകപ്പിന്റെ ഉദ്ഘാടനം തുടങ്ങുന്ന ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാത്രി 11:30 മുൻപേ കോഴിക്കോട്ടെ ആഘോഷം തുടങ്ങിയിരുന്നു. പല ക്ലബ്ബുകളും സാംസ്കാരിക സംഘടനകളും ഒരുക്കിയ വമ്പൻ സ്ക്രീനിന് മുൻപിലേക്ക് രാത്രി 9 മുതലേ ജനങ്ങൾ ഒഴുകി തുടങ്ങി. ഉദ്ഘാടന ആഘോഷം തുടങ്ങുന്നതിന് മുൻപ് ചെറുപന്തലുകളും ഗാലറികളും ഹാളുകളും കാൽപന്ത് പ്രേമികളെ കൊണ്ട് നിറഞ്ഞു. ബ്രസീലും ക്രൊയേഷ്യയും തമ്മിലുള്ള ആദ്യ മത്സരം തുടങ്ങുമ്പോഴും ആരാധകർ ആവേശത്തിൽ ആഴ്ന്നിരുന്നു. ആർപ്പുവിളികളോടെയാണ് ബ്രസീലിയൻ താരങ്ങളുടെ ഓരോ ചലനത്തെയും ആരാധകർ എതിരേറ്റത്. ബ്രസീലിന്റെ കൊടികളുമേന്തി പ്രകടനവും നടത്തിയിരുന്നു.
ആരാധനക്കാരിൽ ഇപ്പോൾ തന്നെ മുൻതൂക്കം ബ്രസീലിനാണ്. മഞ്ഞയും പച്ചയും നീലയും ചേർന്ന ബ്രസീലിന്റെ പതാകകളും ഫ്ലക്സുമാണ് ഏറെ കൂടുതലുള്ളത്. അവർ വിതരണം ചെയ്ത മിഠായിൽ പോലും മഞ്ഞയും പച്ചയും നിറമുണ്ടായിരുന്നു. ഫുട്ബോൾ ആവേശത്തിന് ലോകപ്പെരുമ നേടിയ നൈനാം വളപ്പുകാർ സ്വന്തം പ്രദേശത്തെ ബ്രസീൽ അങ്ങാടി എന്ന് നാമകരണം ചെയ്താണ് ലോകകപ്പ് മത്സരത്തിന്റെ ആരവം നെഞ്ചിലേറ്റിയത്. ഫ്ലക്സുകളിലെ പോരാട്ടത്തിൽ മുന്നിൽ നൈനാം വളപ്പുകാർ തന്നെയായിരുന്നു. ഇനിയൊരു മാസം ഈ ദേശങ്ങളുടെ ഓരങ്ങളെല്ലാം ഫുട്ബോളിന്റെ പോരാട്ട കഥകളാൽ നിറയുമെന്നുറപ്പാണ്. ഒരിക്കലുമില്ല. ഇതേപോലെ കോൺഫെഡറേഷൻ കപ്പിൽ അമേരിക്കനോട് 2 കുടുങ്ങിയപ്പോ 3 കൊടുത്ത ടീമാണ് ബ്രസീൽ. ആ പ്രതീക്ഷ നമുക്ക് ഇപ്പോഴും ഉണ്ട്. എന്നും അന്നും ഇന്നും എന്നും ഉണ്ടാവും. വിഷമോ ചെറിയൊരു ഉണ്ടായിരുന്നു. തിരിച്ചു വരുന്നുള്ള പേടിയല്ല, പേടിയൊന്നുമില്ല. തിരിച്ചടിക്കുന്നത് 100%. അതെന്നും പാരമ്പര്യം. കിളവന്മാരല്ല, ചെക്കന്മാരാണ്. അർജന്റീന ബാറ്റിലുള്ള ഒരു മറുപടിയാണ്. കൊയിലാണ്ടി വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിൽ പഴയകാല വ്യാപാരികളെ ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാര വ്യവസായി ഏകോപന സമിതി കൊയിലാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ പഴയകാല വ്യാപാരികളെ ആദരിച്ചു. കൊയിലാണ്ടി വ്യാപാര ഭവൻ സെനറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വ്യാപാര വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് ടി നസറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കാലയളവിൽ നിയമമായി നടപ്പിൽ വരുന്നതിന്റെ കാലയളവിൽ ജമ്മിമാർ പീഡിയന്റെ നേരെ ആക്രമണം നടത്താൻ സാധ്യതയുണ്ട്. വാട വർദ്ധിപ്പിക്കണം, ഞാൻ കേസ് കൊടുക്കും, മറ്റാക്കും മറിച്ചാക്കുന്നു. കേസ് കൊടുത്താൽ എല്ലാം പുതിയ നിയമത്തിന്റെ പരിധിയിലെ വില. പഴയ കേസുകളൊന്നും നിലനിൽക്കില്ല. ഏതെങ്കിലും മുനിസിപ്പൽ കോടതിയിൽ വിധി വന്ന കേസുകളിൽ മാത്രമേ പഴയ നിയമം ബാധകമാകുള്ളൂ. വിധിയില്ലാത്ത കേസുകളിലൊക്കെ പുതിയ നിയമമാണ് ബാധകം. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. വീഡിയോ വാടകയ്ക്ക് എടുത്ത ഒരു ജമീമാര് വന്നിട്ട് 1000 രൂപയാണ് 3000 രൂപ ആക്കി തരണം, 5000 രൂപ ആക്കി തരണം എന്ന് പറഞ്ഞാൽ. ചടങ്ങിൽ വ്യാപാരികൾക്ക് വൈദ്യസഹായ വിതരണവും നടന്നു. കെ പി ഇസ്മായിൽ, മനിയൂത്ത് മൂസ ഹാജി, സേതുമാധവൻ, പ്രസന്നൻ, വനിതാ വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സൗമിനി മോഹൻദാസ്, ടി വി ബഷീർ, പി അബ്ദുൽ സലാം എന്നിവർ സംബന്ധിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. ഇന്ത്യയിലെ ബാങ്ക് ജീവനക്കാരുടെ തൊഴിലാളി സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് എംപ്ലോയീസ് അസോസിയേഷന്റെ സംസ്ഥാന ഘടകമായ ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ കോഴിക്കോട് ജില്ലാ സമ്മേളനം ജൂൺ 15 ഞായറാഴ്ച രാവിലെ 9:30 മുതൽ കല്ലായി റോഡിലെ KDC ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. ജില്ലയിലെ പൊതുമേഖലാ, സ്വകാര്യ മേഖല, സഹകരണ മേഖലകളിലുള്ള എല്ലാ ബാങ്കുകളിൽ നിന്നും തെരഞ്ഞെടുത്ത 300ഓളം പ്രതിനിധികളും നിരീക്ഷകരുമാണ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ജില്ലാ ചെയർമാൻ EK ഉണ്ണിരാജ പതാക ഉയർത്തുന്നതോടെ സമ്മേളന പരിപാടികൾ ആരംഭിക്കും. ഓൾ കേരള ബാങ്ക് എംപ്ലോയീസ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി CD ജോസൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന നേതാക്കളായ PK ലക്ഷ്മിദാസ്, P പ്രദീപ് കുമാർ, CK അബ്ദുറഹിമാൻ, KS കൃഷ്ണ, അനിയൻ മാത്യു എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്നും അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഓപ്പറേഷൻ കുബേര നടപടികൾ ഊർജിതം. വടകര മണിയൂരിൽ പണമിടപാടുകാരനെ രേഖകൾ സഹിതം അറസ്റ്റ് ചെയ്തു. ലോകകപ്പ് മത്സരങ്ങൾക്ക് ആവേശോജ്വല തുടക്കം. നഗര ഗ്രാമാന്തരങ്ങളിൽ ആവേശം അണപൊട്ടി. പ്രഥമ അഖിലേന്ത്യാ ഫെഡറേറ്റഡ് ഓപ്പൺ ചെസ് ടൂർണമെന്റിന് കോഴിക്കോട്ട് തുടക്കമായി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് മോണ്ടിസോറി TTC, പ്രീ പ്രൈമറി TTC, SSLC+2 ഡിഗ്രി കഴിഞ്ഞ വനിതകൾക്ക് ചേരാം. പ്രായപരിധിയില്ല. കോൺടാക്ട് 9846808283.